ജംഗിൾ ക്യാമ്പ് ബാക്ക് വാട്ടർ റിസോർട്ടാണ്. അടിപൊളി ഒരു റിസോർട്ടാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ട് ഇതിന്റെ ഫുൾ ഒരു ടൂർ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മളെ പുതിയ ട്രിപ്സ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വിശേഷങ്ങൾ നോക്കാം. റിസോർട്ടാണ്, അടിപൊളി റിസോർട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിമൂൺ കോട്ടേജസ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ബാൽക്കണി പോലുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. റിസോർട്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ തന്നെ ഇതിൽ കാണിച്ചു തരാം. ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് വാട്ടേഴ്സാണ്. ബാക്കിൽ നല്ല ഒരു വലിയ കായൽ പോലെയാണ്. അപ്പോൾ അവിടെ സൈക്ലിങ്, ഫിഷിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വരുന്ന വഴികളാണ്. ഈ ജംഗിൾ ക്യാമ്പ് ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്ന റിസോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗിളിനകത്ത് തന്നെയാണ്. ഈ ഫോറസ്റ്റിനകത്തൂടെ ഉള്ള കുറച്ച് യാത്രയൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ വന്നു ചേരുന്ന ഡെസ്റ്റിനേഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗ്രീനറീസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇവരിത് ചെയ്തേക്കുന്നത്. നമ്മൾ വരുന്ന വഴികളാണെങ്കിലും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഈ ഇത്രയും ചൂടുള്ള സമയത്ത് നമുക്ക് നല്ലൊരു ട്രാവൽ അനുഭവം തരുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത്. പിന്നെ കൂടാതെ ഇവരുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൂമാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ റെസ്റ്റോറൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മെനൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റും. ഒരുപാട് ഹട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ തവണ ഈ ഒരു റിസോർട്ടിലോട്ട് മെയിനായിട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരുപാട് മെനൂസ് അവൈലബിൾ ആണ്. അതും നമുക്ക് ബൊഫേ ആണ്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അല്ലെങ്കിൽ ഫുൾ മീൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. കർണാടകയിൽ വരുവാണെങ്കിൽ ഈ റിസോർട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ അടിപൊളിയാണ്. അതെ ഐഷു റിസോർട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്? ആ, ഐഷുവിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, കിഡ്സ് സോൺ. ഇങ്ങോട്ട് ഡോണ്ടു കേട്ടാ. ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. പേടിയാണ്, വാ. ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. കുഞ്ഞു പിള്ളേർക്കും വലിയ ആൾക്കാർക്കും പ്രായമുള്ളവർക്കും, അതായത് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും പീസ്ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയാണ് ജംഗിൾ ക്യാമ്പ് ബാക്ക് വാട്ടേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ തന്നെ 2 ദിവസം വേണ്ടി വരും. അതുപോലെ നമുക്ക് കർണാടക കൂർഗിൽ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അബി ഫോൾസ്, പിന്നെ ഒരുപാട് വാട്ടർഫോൾസ്, ലാൻഡ്സ് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ടാവും. പിന്നെ അതുകൂടാതെ ഇതാണ് നമ്മുടെ DJ നടക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ഡാൻസ് കാര്യങ്ങൾ, കോക്ടെയിൽസ്, ചെറിയൊരു ബാർ പോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നടന്ന് കാണാനാണെങ്കിലും ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ പേരാരും മറക്കണ്ട, ജംഗിൾ ക്യാമ്പ് ബാക്ക് വാട്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്കിളൊക്കെ പിന്നെ റെൻറ്റിനെടുത്തിട്ട് ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ചടിച്ചിട്ട് പോകും. അത് അഫാൻ ഇതേ പോകുന്നു. അഫ ഒരു ഹായ് കാണിക്കടാ. ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഹായ് എന്ന് വിളിച്ചിട്ടാണ് പോയത്. ഓക്കെ, തുടങ്ങണ്ടേ. കുറേ പേര് ഫിഷിങ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. തേർഡ് ഡേ ആണ്. നമ്മളിന്നിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് റോയൽ കൂർഗ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു ഹോം സ്റ്റേ ആണ്. നല്ല ലൊക്കേഷൻസ് ഒക്കെ, നമുക്ക് നല്ല വ്യൂ ആണ്. കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന വ്യൂ നമുക്ക് ഇതിൻ്റെ ടെറസിൽ നിന്ന് കിട്ടും. അതുപോലെ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആൾ വളരെ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് മാക്മൈ ട്രിപ്പിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റോയൽ കൂർഗ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പുള്ളി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എല്ലാ സഹായവും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നിരുന്നു. മെയിനായിട്ട് ഈ ഒരു ഹോം സ്റ്റേയുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോട
തന്നെയാണ്. നമുക്ക് ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആ കോട ഇറങ്ങി നിൽക്കുന്നതും നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റാണ്. റൂമൊക്കെ ആണെങ്കിൽ എൻറ്റയർലി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇന്നിപ്പോൾ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ദുബരെ എലിഫൻറ്റ് ക്യാമ്പ്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. വരുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഒത്തിരി അട്രാക്ഷൻസ് ഉള്ളതാണ്. ഹിരങ്കി വാട്ടർ റിസർവോയർ. അപ്പോൾ ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന കൂർഗ് വഴിയുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ കൺട്രിയിൽ കൂടെ പോകുന്ന പോലത്തെ ഫീല് തന്നെയാണ് ഇവിടെ. നമ്മളെ ഇന്ത്യൻ ബോർഡ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അതേ കണ്ടോ, 2 സൈഡും നല്ല സെറ്റപ്പ് വ്യൂ ആണ്. അപ്പൊ കൂർഗിൽ വരാത്തവര് ഒരിക്കലെങ്കിലും കൂർഗ് വിസിറ്റ് ചെയ്യണം അല്ലേ? വെറും ഒരു 600 കിലോമീറ്ററേ ഉള്ളൂ ട്രിവാൻഡ്രത്ത് നിന്ന് വൺ സൈഡ്. സ്റ്റേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് സ്റ്റേ എല്ലാം കിട്ടും. 1000 രൂപ തൊട്ട് പെർ ഡേ സ്റ്റേ എല്ലാം കിട്ടും. നമ്മളിന്ന് കാണിച്ച കൂർഗ് ജംഗിൾ ക്യാമ്പ് ബാക്ക് വാട്ടേഴ്സ് അതൊരു 8,000 to 12,000 വരെ വരുന്നതാണ്. നമ്മൾ എടുത്ത ഹണിമൂൺ കോട്ടേജ് 12,000 തന്നെയാണ്. അപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെയും വരും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ കൊച്ചു പിള്ളേര് ടാറ്റ കയറിയാണ്. നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ കണ്ടവർക്കും കാണാനിരിക്കുന്നവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പൊ എല്ലാവരും സൈൻ ഓഫ് പറഞ്ഞ കുട്ടികളെല്ലാം വന്നേ. അഫു കമാൺ. ബൈ ബൈ ഗൈസ്, ബൈ ബൈ.